സല്യൂട്ട് സുഹൃത്തുക്കളെ. സംഭവിച്ചതിന് ശേഷം അധിക നാൾ ആയിട്ടില്ലായിരുന്നു. ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് മാറി വന്നിട്ടും അധിക നാളായിട്ടില്ലായിരുന്നു. എങ്കിൽ വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒരു സ്ത്രീയുടെ കൊലപാതക കേസാണ് ഇന്ന് ഞാനിവിടെ വിവരിക്കുന്നത്. അന്വേഷിച്ച ഉദ്യോഗസ്ഥരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഇത് തെളിയിക്കാൻ വലിയ പ്രയാസമാണ് മാഡം എന്ന്. കാരണം ഇതിനകത്ത് ബലാത്സംഗം ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും മോഷണം പോയിട്ടില്ല. കൂടാതെ കൊന്നിരിക്കുന്ന രീതിയും വളരെ വിചിത്രമായ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയായിരുന്നു. നമ്മൾ സാധാരണ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിന് സമാനമായ കൊലപാതകങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് ഇതുപോലെയുള്ള പ്രതികളെ നമ്മൾ തേടിപ്പിടിക്കുന്നത്. അപ്പം അതിന് ഒരു സമാനതകൾ ഇല്ലാത്ത പോലെയുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇത് തെളിയുമോ എന്നുള്ള ഒരു പേടി കാരണം അന്വേഷണം ഒന്ന് മരവിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ കേസ് ഞാനെടുത്ത് തുറന്നു വെച്ച് വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തായിട്ടുള്ള റെയിൽവേ പാളം ഒരു വളവിൽ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത്, ആ വളവ് കഴിഞ്ഞ ഉടനെ തന്നെ വിജനമായ ഒരു സ്ഥലത്താണ് ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടത്. ഏകദേശം 36 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. 2 കുട്ടികളുണ്ട്. രണ്ടും ചെറിയ കുട്ടികളാണ്. ഒരാൾ സ്കൂളിൽ പോയിട്ടില്ല, തീരെ ചെറുതാണ്, 1 വയസ്സിന് താഴെയുള്ളതാണ്. മറ്റേ കുട്ടി സ്കൂളിൽ പോകാൻ ജസ്റ്റ് തുടങ്ങി, അങ്ങനെയുള്ള പ്രായത്തിലാണ്. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. ഈ സ്ത്രീ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് ചെയ്ത സമയത്ത് സാധാരണ പോകാറുള്ളത് പോലെ അവർ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു കിറ്റും എടുത്തുകൊണ്ട് റെയിൽവേ ക്രോസ് നടന്ന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റേ വശത്തേക്ക് എത്താൻ പറ്റും വീട്ടിൽ നിന്ന്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ സാധാരണ പോലെ റെയിൽവേ ക്രോസ് കടന്ന് മറ്റു വശത്തോട്ട് പോയതാണ്. പിന്നെ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അന്വേഷണമൊക്കെ തുടങ്ങി. കുറേ രാത്രിയായിട്ട്, സന്ധ്യയായിട്ടാണ് ഇവരുടെ മൃതദേഹം കണ്ടുപിടിച്ചത്. അതിവർ റെയിൽവേ ക്രോസിൽ നിന്ന് കയറുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, എല്ലാവരും നടന്നു കയറുന്ന സ്ഥലം, അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം അടുപ്പിച്ച് മാറിയാണ് മൃതദേഹം കിടന്നിരുന്നത്. ആ മൃതദേഹം റെയിൽവേ പാളത്തിൻ്റെ ജസ്റ്റ് അടുത്തായിട്ട്, അതായത് കുറച്ചും കൂടെ അടുത്തോട്ട് കിടന്നിരുന്നെങ്കിൽ അവർ ട്രെയിൻ കയറി അവർ ചിന്ന ഭിന്നമായി പോയേനെ ശവശരീരം. പക്ഷെ എന്തുകൊണ്ടോ ട്രെയിൻ കയറിയിട്ടില്ല. അതുകൊണ്ട് ശവശരീരം മൊത്തമായിട്ട് നമുക്ക് കിട്ടി. ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ശ്വാസം മുട്ടിച്ചാണ്. വളരെ വിചിത്രമായ രീതിയിലായിരുന്നു. അവരുടെ തന്നെ ബ്രായുടെ വള്ളി അത് വെച്ചിട്ട് കഴുത്തിൽ ഇറുക്കി മുറുക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കൂടാതെ അവരുടെ കയ്യിലുള്ള വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അവരുടെ കിറ്റ് അവരുടെ അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഹാൻഡ് ബാഗ് കാണുന്നില്ല. അത് പിന്നെ എവിടുന്നോ കിട്ടി, അതിനകത്ത് രൂപയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ, കമ്മലും താലിമാലയും ഒഴികെ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിരുന്നു. അതുകൊണ്ട് അത് എടുത്ത് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതൊന്നും പോയിട്ടില്ല. എറണാകുളത്തായതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യം ഇത് കണ്ടുപിടിക്കണം. ഞാൻ എറണാകുളം DIG ആയിരുന്നപ്പോൾ ഈ സ്ഥലത്ത് തന്നെ, അതായത് എറണാകുളം നോർത്ത് റെയിൽവേ പാളത്തിന് സമീപത്ത് 100 മീറ്റർ അടുത്തായിട്ട് ഒരു സ്ത്രീയുടെ ചതഞ്ഞരഞ്ഞ മൃതദേഹം കാണപ്പെട്ടിരുന്നു. ട്രെയിൻ കയറി ഇറങ്ങിയതാണ്. ശവശരീരം ഇങ്ങനെ ചിതറിക്കിടന്നത് കൊണ്ട് അതിനകത്ത് എന്താ സംഭവിച്ചത് എന്ന് വ്യക്തമായ തെളിവുകൾ അന്നേരം കിട്ടിയിരുന്നില്ല. അതൊരു ആത്മഹത്യയാണോ, അപകട മരണമാണോ, കൊലപാതകമാണോ എന്നതിൻ്റെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അതും ഒരു യുവതിയായ ഒരു സ്ത്രീയായിരുന്നു. ഏകദേശം 30 വയസ്സടുപ്പിച്ച് പ്രായമായിരുന്നു. പക്ഷേ ഇവരുടെ ശരീരത്തിൽ നിന്ന് എവിഡൻസ് കിട്ടാത്തത് കൊണ്ട് അത് ഒന്നുകിൽ അപകടം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്നുള്ള നിലയിൽ പോലീസ് വട്ടമിട്ട് വെച്ചിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ അതിനടുത്ത് തന്നെ വേറൊരു കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതും കുറേ നാൾ അന്വേഷിച്ച ശേഷം ഒരു പ്രതിയെ നമ്മൾ പിടിക്കുകയും ഒരു മാനസിക അസ്വാസ്ഥ്യം കാണിച്ചിരുന്ന പ്രതിയാണ്. അതും ഇതുപോലെ കൊലപാതകമായിരുന്നു. തോർത്ത് കഴുത്തിൽ മുറുക്കിയിട്ടാണ് കൊന്നിരിക്കുന്നത്. അവരുടെ കുറച്ച് ആഭരണങ്ങളൊക്കെ മോഷണം പോയിട്ടുണ്ടായിരുന്നു. ഈ മാനസികാസ്വാസ്ഥ്യമുള്ള പ്രതിയെ വളരെയധികം ചോദ്യം ചെയ്തെങ്കിലും കാര്യമായിട്ട് തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് ചാർജ് ഷീറ്റ് ചെയ്യാൻ പറ്റാത്ത കേസായിരുന്നു. അപ്പം അങ്ങനെ 2-3 ദുരൂഹ സ്ത്രീ കൊലപാതകങ്ങൾ ആ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നടന്നതുകൊണ്ട് ഈ കേസിനകത്തും എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടുമായിരിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ കേസ് എടുത്തു വെച്ച് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ സാധാരണ എനിക്ക് ഒരു ട്രഡീഷണൽ അന്വേഷണ രീതിയേക്കാളും താല്പര്യം ഒരു വ്യത്യസ്തമായ അന്വേഷണ രീതി നേരിടാനായിരുന്നു. അതിൻ്റെ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പണ്ടൊരു കേസിൽ ഇതുപോലെ സ്ത്രീകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഘം അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു
വിവരത്തിന്റെ പുറത്ത് ഒരു സജഷൻ ഞാൻ അന്നത്തെ DGPയോട് പറഞ്ഞിരുന്നു. സർ, നമുക്കൊരു വനിതാ പോലീസിനെ സർവാഭരണ വിഭൂഷിതയായിട്ട് സന്ധ്യസമയത്ത് ഇങ്ങനെ റോഡിൽ കൂടെ ഇറക്കി നടത്താം. അപ്പൊ അങ്ങനെ അവരിങ്ങനെ എല്ലാ ആഭരണവും വിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അവരെ കണ്ട് മോഷ്ടിക്കാൻ തോന്നുന്ന ആരെങ്കിലും കയറി പിടിച്ചാൽ നമ്മൾ അവരെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെ ഫോളോ ചെയ്ത ആ ആളുകളെ, കള്ളന്മാരെ നമുക്ക് പിടിക്കാമല്ലോ എന്നൊരു സജഷൻ പറഞ്ഞത് DGPക്ക് ഭയങ്കര ദേഷ്യമായി. എന്നെ വഴക്ക് പറയുക ചെയ്ത്. എന്തൊരു ഐഡിയ ആണ്, ഇങ്ങനെയൊക്കെയാണോ ആശയങ്ങൾ? ആ വനിതാ പോലീസിന് എന്തെങ്കിലും പറ്റിയാൽ ആരും ഉത്തരം പറയും, ഏത് വനിതാ പോലീസിന് താല്പര്യം കാണിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കേസിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്തു, ആദ്യം എൻ്റെ മനസ്സിൽ കൂടെ പോയത് ഒരുപാട് വനിതാ പോലീസുകാരുണ്ട്, ഇതുപോലെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സഹകരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ക്രൈംബ്രാഞ്ചിൽ ആ സമയം വനിതാ പോലീസ് ഇല്ലായിരുന്നു. ഞാൻ അവിടെ പോയതിനു ശേഷം ഒരു റെക്കമെൻഡേഷൻ കൊടുത്ത് കുറച്ച് വനിതാ പോലീസിനെയും കൂടെ കൊണ്ടുവന്നിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പായിട്ട്. പക്ഷേ പൂർണ്ണമായിട്ട് വനിതാ പോലീസിനെ മാറ്റി നിർത്തിയിരുന്ന ഓർഗനൈസേഷൻസിൽ ഒന്നായിരുന്നു ക്രൈംബ്രാഞ്ച്. വിജിലൻസും അതുപോലെയൊക്കെ തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വനിതാ പോലീസ് ഇല്ല. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ലോക്കൽ പോലീസിൽ നിന്ന് 2-3 വനിതാ പോലീസിനെ എടുക്കുമായിരുന്നു. അതായിരുന്നു ചെയ്തിരുന്നത്. അത് പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു പ്രപ്പോസൽ കൊടുത്ത് വനിതാ പോലീസിനെ നിയമിക്കാനായിട്ട് പറഞ്ഞത്. പക്ഷെ എന്നാലും ലോക്കൽ പോലീസിൽ നിന്ന് ഒരു സമർത്ഥയായിട്ടുള്ള സ്ത്രീയെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നൊരു ആശയം എൻ്റെ മുന്നിൽ അന്ന് ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയം തോന്നി, ഇത് ചിലപ്പോൾ സീരിയൽ കില്ലിങ് വല്ലതും ആകാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ ആയിരിക്കില്ല. എന്നാലും നമുക്കൊരു സ്ത്രീയെ അതുവഴി എല്ലാ സമയവും ചുമ്മാ നടത്തിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ കാര്യം DGPയോടും ADGP ക്രൈംസിനോടും ഒക്കെ പറഞ്ഞപ്പോൾ പണ്ടത്തെ പോലെ തന്നെ എനിക്ക് തിരിച്ചടി ഉണ്ടായി. അവർ പറഞ്ഞേ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വനിതാ പോലീസിനെ ഒന്നും ചെയ്ത് അങ്ങനെ വെച്ച് ട്രാപ്പൊന്നും ഒരുക്കി പിടിക്കണ്ട, അത് നമ്മുടെ രീതിയല്ല, അങ്ങനെ പിടിക്കുന്നതൊന്നും നടക്കില്ല, കഥയാണോ, സിനിമ കഥയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീക്രട്ട് സർവീസ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് കിട്ടും. എല്ലാ വർഷവും ബഡ്ജറ്റ് വിഹിതമായിട്ട് തന്നെ കിട്ടുന്നതാണ്. പണ്ടൊക്കെ അത് 30-40 ലക്ഷം രൂപയൊക്കെയാണ് ഒരു വർഷം കിട്ടുന്നത്. പിന്നീട് അത് 80 ലക്ഷം വരെ പോയി. ഇപ്പൊ കോടിക്കണക്കിന് രൂപ കിട്ടും. ഈ ഫണ്ട് എന്ന് പറയുന്നത് ഓഡിറ്റുകാർക്ക് നോക്കാൻ അവകാശമില്ല. ഇത് പൂർണ്ണമായിട്ട് DGPയുടെ സ്വതന്ത്ര ചുമതലയിലുള്ള ഫണ്ട് തന്നെയാണ്. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് സാധാരണ നമ്മൾ വിവരങ്ങൾ രഹസ്യമായിട്ട് ശേഖരിക്കുന്നതും പാരിതോഷികങ്ങൾ കൊടുക്കുന്നതും അതുപോലെ പോലീസിനെ സഹായിക്കുന്ന വ്യക്തികൾക്കുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, പിന്നെ ചെറിയ ചെറിയ ചിലവുകൾ എന്നും വേണ്ടി വരുമല്ലോ. അപ്പോൾ അതുപോലെയുള്ള ചിലവുകൾക്കൊക്കെ ആയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സീക്രട്ട് സർവീസ് ഫണ്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ചിനും ഇൻ്റലിജൻസിനും ഒക്കെ ചെറിയ എമൗണ്ട് കിട്ടാറുണ്ട് കാലാകാലങ്ങളിൽ. അതുപോലെ ലോക്കൽ പോലീസിൽ ഇരിക്കുമ്പോഴും സീക്രട്ട് സർവീസ് ഫണ്ടിൽ നിന്ന് പൈസ കിട്ടും. പക്ഷേ സ്പെഷ്യൽ യൂണിറ്റിൽ ഇരിക്കുന്നവർക്കൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പം ഞാൻ ഭൂരിഭാഗം സമയവും സ്പെഷ്യൽ യൂണിറ്റുകളിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ ഇരുന്നത് കൊണ്ട് എനിക്ക് SS ഫണ്ടൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ക്രൈംബ്രാഞ്ചിൽ സീക്രട്ട് സർവീസ് ഫണ്ടിൻ്റെ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നത് എനിക്കും സീനിയർ ലെവലായതുകൊണ്ട് എനിക്കും കുറച്ച് കിട്ടുമായിരുന്നു. 3000-4000 രൂപ വെച്ച് മാസം കിട്ടുമായിരുന്നു. ഞാൻ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അർഹിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇൻഫർമേഷൻ തരുന്നവർക്കോ അല്ലെങ്കിൽ ചോദിക്കുന്നവർക്കോ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ സീക്രട്ട് സർവീസ് ഫണ്ടിൻ്റെ കുറച്ച് പൈസ ഇരുന്നത് വെച്ചിട്ട് ഞാൻ എറണാകുളത്തെ ഒരു സ്ത്രീയെ ഇതിനു വേണ്ടി നിയമിച്ചു. എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. ഒരു സ്ത്രീയെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇത്രയും പൈസ തരാം, നിങ്ങൾക്ക് ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ധൈര്യം ഉണ്ടോ? ഞങ്ങൾ എപ്പോഴും പുറകെ ഉണ്ടാവും, എപ്പോഴും ഞങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മുകളിൽ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഹാൻഡ് ബാഗുമായിട്ട് ഒറ്റയ്ക്കൊരു ഒരാഴ്ച 2 ആഴ്ച ഈ സ്ഥലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാമോ? ചിലപ്പോൾ ഉച്ചയ്ക്ക് സമയത്തോ അല്ലെങ്കിൽ വിജനമായിട്ട് കിടക്കുന്ന ആൾക്കാരും അധികം പോവാത്ത സമയത്ത് ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ച് അങ്ങനെ അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് എനിക്ക് പരിചയമുള്ള ഒരു ആള് മുഖാന്തിരം ആക്കിയ ഒരു സ്ത്രീയാണ്. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ അവർക്ക് അത്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കുറച്ച് പ്രയാസപ്പെട്ട ഒരു ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ കൊടുക്കേണ്ടി വന്നു. എന്തായാലും നല്ലതായിട്ട് വേഷമൊക്കെ ചെയ്യിച്ച് അവരെ കുറച്ച് സുന്ദരിയായിട്ടൊക്കെ ഒരുക്കിയെടുത്ത് കുറച്ച് ആഭരണങ്ങളും മാലകളും ഒക്കെ ഇടിച്ച് സ്വർണം തന്നെ ഇടിച്ചു, ഒറിജിനൽ സ്വർണം തന്നെ ഇടിച്ചു. എന്നിട്ട് ഒരു ഹാൻഡ് ബാഗുമായിട്ട് കയ്യിൽ കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഈ റെയിൽവേ പാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് നടക്കാനായിട്ട് പറഞ്ഞു. ഉച്ചയ്ക്കൊരു 2:30 കഴിഞ്ഞ് 3:15 മണി വരെ വലിയ തിരക്ക് ആ സ്ഥലത്തില്ല. റെയിൽവേ ക്രോസിലൂടെ ആൾക്കാരങ്ങനെ പോകാറില്ല. എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞൊരു ഉച്ച മയക്കത്തിൻ്റെ സമയത്തായിരിക്കും. പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിൽ ഒട്ടും മനുഷ്യർ കാണില്ല അവിടെ. പിന്നെ വൈകുന്നേരം സന്ധ്യ സമയത്ത് ചില സമയം അതിരാവിലെയൊക്കെ ആ സ്ത്രീയെ കൊണ്ട് നടത്തിച്ചു. ഒരു 3 ആഴ്ചയോളം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി ഇതൊരു വിഡ്ഢിത്തം നിറഞ്ഞ ആശയമായിരുന്നോ എന്ന്. കാരണം അവര് ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നമ്മുടെ ഓഫീസേഴ്സ് 2-3 പേര് വെച്ച് അവരുടെ പുറകെ ഒബ്സർവ് ചെയ്ത് നടക്കുന്നുണ്ട്. എല്ലാവരും മടുത്ത് തുടങ്ങിയിരുന്നു.
അവർക്ക് ആഴ്ച തോറും നമ്മൾ കാശും കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല നടക്കാൻ. എന്നാലും ഞങ്ങളുടെ ഒരു നിരാശ വരുമല്ലോ കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ ഒരു ദിവസം ഒരു ഭാഗ്യം പോലെ ഒരു സംഭവം നടന്നു. സ്ത്രീ ഇങ്ങനെ പോകുമ്പോൾ ഒരു പയ്യൻ, വലിയ പ്രായമില്ലാത്ത ഒരാൾ വന്ന് സംസാരിക്കുന്നതും അവരെ പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടും കണ്ടിട്ട് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ചെന്ന് ഈ പയ്യനെ പിടിച്ചു. എന്നിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലൊക്കെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇവൻ മലയാളിയല്ല, വടക്കേ ഇന്ത്യയിൽ നിന്നെങ്ങാണ്ട് വന്നിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ കുറേ നാളായിട്ട് കേരളത്തിലായതുകൊണ്ട് അവന് മലയാളം നല്ലപോലെ സംസാരിക്കാൻ അറിയാം. ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു, ചേച്ചി പുറകെ കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു. അപ്പോൾ ഈ സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മുടിയിലൊരു ചെലന്തി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ് അവർ ഞെട്ടിപ്പോകല്ലോ. സാധാരണ സ്ത്രീകളോട്, ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളോട് മുടിയിൽ ഒരു ചെലന്തി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഞെട്ടുമല്ലോ. അപ്പോൾ അവർ ഞെട്ടി. എന്നിട്ട് പറഞ്ഞാൽ എന്താ ഒരു ചെലന്തി, നല്ല കറുപ്പ് വിഷമുള്ള, അനങ്ങിയ ചിലപ്പോൾ കടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ചെലന്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്ത് ചെയ്യും, അത് നമുക്കൊരു വടിയിട്ടെങ്ങാനും എടുത്ത് കളയാൻ പറ്റുമോ എന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോൾ, അയ്യോ ഇല്ല, അതിന് തൊട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുടിയുടെ ഇടയിൽ കൂടെ കയറി കഴുത്തി ചെന്ന് കടിക്കും. അതുകൊണ്ട് വെള്ളം തളിച്ചാൽ മാത്രമേ അതിന് എന്തെങ്കിലും ഓട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വെള്ളമുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഒരു ടാപ്പ് ഉണ്ട് അവിടെ, എനിക്കറിയാം, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് പതുക്കെ നടന്നാൽ മതി, എൻ്റെ കൂടെ അതിനെ അനക്കണ്ട എന്ന് പറഞ്ഞാണ് ആ ചെറുക്കൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ സീരിയസ് ആയിട്ടൊന്ന് പോകണോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും മറ്റേ പോലീസുകാരെ നോക്കിക്കൊണ്ടിരുന്ന പോലീസുകാരെ വന്ന് പിടിച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോയത്. ചിലന്തി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ചിലന്തി ഉണ്ടോ എന്ന് നോക്കാവോ എന്ന്. ഈ പോലീസുകാർ വന്നപ്പോഴേ പറഞ്ഞു, അവരൊന്നും എവിടെ ചിലന്തി എന്ന്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് ഓടിപ്പോയി, ആ ബുഷിൽ കൂടെ കയറിപ്പോയി എന്ന് പറഞ്ഞു. അവരാരും ചിലന്തിയെ കണ്ടില്ല. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞ കള്ളമാണെന്ന് മനസ്സിലായത് കൊണ്ട് അവനെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു, നല്ല അടിയൊക്കെ കൊടുത്തു. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് അവസാനം ഒരു 2-3 ദിവസം ഈ പയ്യനെ നമ്മൾ ചോദ്യം ചെയ്ത ശേഷമാണ്, ഈ പയ്യൻ ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇവൻ മർഡർ എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടില്ല, പക്ഷേ കുറേ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു. ഇവൻ്റെ സ്വഭാവ ദൂഷ്യം, അതുപോലെ ഇവൻ ഒരു ക്യാമ്പിൽ താമസിക്കുമ്പോൾ, അതായത് കലൂര് തന്നെ ഉള്ള ഒരു മൈതാനത്തിൽ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ അത് ഒരു വലിയ ഹോട്ടലിൻ്റെ ഒരു കൺവെൻഷൻ സെൻ്ററായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് ആ സ്ഥലം ഒരു ഒഴിഞ്ഞു കിടന്ന പാടം പോലെയായിരുന്നു. അപ്പോൾ അവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് ടെൻറ്റ് കെട്ടി അതിനകത്ത് താമസിക്കുമ്പോൾ ഈ ചെറുക്കൻ അവിടെ പയ്യൻ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് അവിടെ വന്നിരുന്ന് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സ്ത്രീകളുടെ പുറകെ നടക്കുകയും ഉപദ്രവിക്കുകയും കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പയ്യനാണ് എന്നുള്ള വിവരം കിട്ടി. ഇവൻ്റെ പേരൻസിനെയൊക്കെ അന്വേഷിച്ചു, കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇവൻ്റെ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളതൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു മോശ സ്വഭാവമുള്ള പയ്യനാണ്. കാണാനൊന്നും വലിയ കുഴപ്പമില്ല, കണ്ടാൽ തോന്നത്തുമില്ല, പാവം പ്രായമൊന്നും ഇല്ലാത്ത കൊച്ചു പയ്യൻ. അപ്പം ഇങ്ങനെ സ്ത്രീകളുടെ പുറകെ നടന്ന് പുറകിൽ ഇങ്ങനെ ചിലന്തി ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് പേടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവൻ വിളിച്ചുകൊണ്ട് പോയി ഇങ്ങനെ ചെയ്തതായിരിക്കാം എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ അവസാനം അവൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത്. പിന്നെ അവസാനം ഇവൻ സമ്മതിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയുടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതിനകത്ത് അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മാച്ച് ആവുന്നില്ല. അവൻ പറഞ്ഞത്, ഞാൻ എന്തൊക്കെയോ വെച്ച് കൈ കിട്ടിയത് വെച്ചിട്ട് അവരെ കൊന്നു, അവനെ പിന്നെ ഡ്രാഗ് ചെയ്ത് ഞാൻ പാളത്തിലിട്ടു, അപ്പോൾ അവർ മരിച്ചിട്ടില്ല എന്ന്, അവർ പെട്ടെന്ന് തിരിച്ചു വന്നു എന്നൊക്കെയുള്ള എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞു. ഇതുമായിട്ടൊന്നും മാച്ചൊന്നും ഇല്ല സംഭവമായിട്ട്. അതുകൊണ്ട് കേസ് നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് DGPയുടെ ഉത്തരവ് കിട്ടി, ഇത് അവനെ വെച്ച് തന്നെ ചാർജ് ഷീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു കേസ് ചാർജ് ഷീറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ ഇപ്പോഴും ബലമായ സംശയം, ഇവൻ ഈ എല്ലാ സ്ത്രീകളെയും നമ്മൾ ആത്മഹത്യ അല്ലെങ്കിൽ അപകട മരണം എന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവം പോലും ചിലപ്പോൾ ഇവൻ ഇങ്ങനെ ചെയ്തതാകാൻ സാധ്യതയുണ്ട് എന്ന്. ഈ കേസ് തെളിഞ്ഞ ശേഷം ഞാൻ പത്രങ്ങളിലൂടെ ഇതൊരു വാർത്തയായി നൽകുകയും, സ്ത്രീകൾ സൂക്ഷിക്കണം, ഇതുപോലെ തലയിൽ അല്ലെങ്കിൽ ശരീരത്തിനകത്ത് സാരിയിലും ഒക്കെ എന്തെങ്കിലും ക്ഷുദ്രജീവികൾ, പല്ലിയോ പാറ്റയോ ചിലന്തിയോ ഒക്കെ ഇരിക്കുന്നുണ്ട് എന്നിങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കരുത്. കാരണം ഇതൊരു ചതിയായിരിക്കാം, ഒരു ട്രാപ്പ് ആയിരിക്കാം എന്നുള്ള രീതിയിൽ പത്രങ്ങളിലൂടെ പറയിച്ചപ്പോൾ കുറച്ച് സ്ത്രീകൾ ഫോണിൽ വിളിച്ച് പിന്നെ പറയുകയുണ്ടായി, ഇങ്ങനെ പല സ്ഥലത്ത് വെച്ചിട്ട്, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്, അതുപോലെ നോർത്തിൻ്റെ ആ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരാൾ പുറകെ നടന്ന് ഇങ്ങനെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളത് കാര്യമാക്കാതെ കുഴപ്പമില്ല എന്നും പറഞ്ഞ് പോയി, അല്ലെങ്കിൽ അയാളെ ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് പോയി, ഇരുന്നാൽ എന്താണെന്ന് വിചാരിച്ച് പോയി. ചിലപ്പോൾ പേടിച്ച് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അവരോട് ചോദിക്കും, അയ്യോ ചേട്ടാ ഒന്ന് രക്ഷിക്കുമോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പയ്യൻ അത് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് നിരന്തരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളതിനും തെളിവുണ്ട്. പിന്നീട് ഇവന് വേണ്ടി
ആരും പരിചയമൊന്നും ചെയ്യാത്തത് കൊണ്ട് ശിക്ഷയൊക്കെ കിട്ടി. ഇവന് ശിക്ഷ കിട്ടി, ജയിലിൽ ഉണ്ടായിരുന്നു കുറേ നാള്. എനിക്കറിയാതെ, കാരണം ഞാൻ ഈ പയ്യനെ പിന്നീട് ജയിലിൽ വെച്ച് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, ഇങ്ങനെ ഒരു കേസ്, ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതും അത് മർഡർ ആണ് എന്നുള്ളതുമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ അത് വന്നതും. പക്ഷെ ഒരു തെളിവും അവശേഷിക്കാത്തത് കൊണ്ട് കുറേ അന്വേഷിച്ചു. ഇവർക്ക് ആർക്കെങ്കിലുമായിട്ട്, ഈ സ്ത്രീക്ക് വേറെ ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു പോകുന്ന വഴിക്ക് വരെ ആരെങ്കിലും ഫോളോ ചെയ്തോ, അവിടെയുള്ള ക്യാമറകൾ, റെയിൽവേയിലുള്ള പല ആൾക്കാരുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് അന്വേഷണം നടന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റിലൂടെ ഒരു സ്ത്രീയെ നമ്മൾ പൈസ കൊടുത്ത് നിർത്തി അതിലൂടെ പോയിച്ച് അങ്ങനെയാണ് ഈ കേസ് തെളിയിക്കാൻ പറ്റിയത്. ശിക്ഷയും കിട്ടിയ ഒരു കേസാണ്. പക്ഷേ എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് ഇതാണ്, ഒറ്റയ്ക്കൊക്കെ നടക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ടൊക്കെ നടക്കും, പകൽ സമയമാണല്ലോ, അപ്പോൾ റെയിൽവേ ക്രോസ് കയറുമ്പോഴോ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ നടക്കാം. പക്ഷെ ആരെങ്കിലും വന്ന് ദേഹത്ത് ഇങ്ങനെ ക്ഷുദ്രജീവികൾ ഇരിക്കുന്നു, ഞാൻ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് കളയാം, അല്ലെങ്കിൽ കൈയുടെ വടിയെടുത്ത് അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ വീണ് പോകരുത്. ദയവ് ചെയ്ത് അതിൽ വീഴാതെ നിങ്ങൾ ധൈര്യമായിട്ട് നിന്ന് അവനോട് പോകാൻ പറ. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് ബാഗ് തുറന്ന് എന്തെങ്കിലും വെള്ളം എടുക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അവൻ പൊക്കോളും. അങ്ങോട്ട് ഒരിടത്തോട്ടും വിളിക്കുന്ന സ്ഥലത്തോട്ട് പോകരുത്. ആരെയും വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇതുപോലെയുള്ള അപകടം മറവിൽ തിരിവിൽ ഒക്കെ ഉണ്ട് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. എൻ്റെ എല്ലാ സഹോദരിമാരും എപ്പോഴും സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സസ്നേഹം, ശ്രീലേഖ.